പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ നിലയ്ക്ക് നിർത്താൻ തന്നെ വിട്ടതാണ് ഗവർണർ ആനന്ദ് ബോസിനെ കേന്ദ്ര സർക്കാർ. ആനന്ദ് ബോസിന്റെ പല നടപടികൾ കടുപ്പിച്ചു തന്നെയായിരുന്നു. ബംഗാൾ ലോക് ഭവനിൽ ആയുധങ്ങൾ RSSകാർ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി കൂടിയായ മമത ആരോപിച്ചപ്പോൾ സംസ്ഥാന കേന്ദ്ര സേനകളെ വിളിച്ചു വരുത്തി റെയ്ഡ് ചെയ്യിപ്പിച്ച് അവിടെ ഒന്നുമില്ലെന്ന് തെളിയിപ്പിച്ച് മമതയെ കൊണ്ട് മാപ്പ് പറയിച്ച ആളാണ് ആനന്ദ് ബോസ്. ഇപ്പോഴിതാ ബാബറി മസ്ജിദ് വിഷയത്തിൽ ഇടപെട്ട് വർഗീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ച തൃണമൂൽ MLAക്കെതിരെ കടുത്ത നിലപാടാണ് ബംഗാൾ ഗവർണർ സ്വീകരിച്ചത്. ഇതോടെ മറ്റ് വഴിയില്ലാതെ മമതയ്ക്ക് ബംഗാളിൽ ബാബറി മസ്ജിദ് പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച ആ തൃണമൂൽ MLAയെ പുറത്താക്കേണ്ടി വന്നു. ബംഗാളിൻ്റെ ക്രമസമാധാനത്തിന് തന്നെ ഭീഷണിയായ ഹുമയൂൺ കബീറിനെതിരെ നടപടിയെടുക്കുമെന്ന് ഗവർണർ മുന്നറിയിപ്പ് നൽകിയ നിലപാട് കടുപ്പിച്ചതോടെയാണ് ഗതികെട്ടുള്ള മമതയുടെ ഈ നടപടി. ബാബറി മസ്ജിദിന്റെ ഒരു തനിപ്പകർപ്പ് ബംഗാളിൽ നിർമ്മിക്കുമെന്നും അതിന് തറക്കല്ലിടുമെന്നും വിളിച്ചു പറഞ്ഞ തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീറിനെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ പാർട്ടിക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ മാസമാണ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ബെൽദംഗയിൽ ബാബറി മസ്ജിദിന്റെ മാതൃക നിർമ്മിക്കാൻ തറക്കല്ലിടുമെന്ന് കബീർ പ്രസ്താവിച്ചത്. ഡിസംബർ 6 തന്നെ ബെൽദംഗയിൽ പള്ളിയുടെ തറക്കല്ലിടൽ നടത്തുമെന്നും കബീർ വെളിപ്പെടുത്തിയിരുന്നു. 3 മാസത്തിനുള്ളിൽ ബാബറി മസ്ജിദ് മാതൃകയുടെ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു കബീറിന്റെ വീമ്പിളക്കൽ. കബീറിന്റെ പരാമർശം സംസ്ഥാനത്തെ ക്രമസമാധാനത്തിന് കടുത്ത ഭീഷണിയാണെന്നും നടപടിയെടുത്തില്ലെങ്കിൽ തനിക്ക് തൻ്റെതായ നിലയ്ക്ക് നടപടി പ്രഖ്യാപിക്കേണ്ടി വരുമെന്നും ഗവർണർ CV ആനന്ദ് ബോസ് ബംഗാൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. തൊട്ടു പിന്നാലെ ബംഗാൾ പോലീസ് മേധാവിയോട് സംസ്ഥാനത്തെ മതേതര അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച MLAക്കെതിരെ അറസ്റ്റ് അടക്കം നടപടിയുമായി മുന്നോട്ട് പോകാൻ ആനന്ദ് ബോസ് ആവശ്യപ്പെട്ടു. വിഷയം കയ്യിൽ നിൽക്കില്ല എന്ന് ബോധ്യമായതോടെയാണ് MLA പുറത്താക്കി കേസ് അവസാനിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസ് നിർബന്ധിതരായത്.